അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. Given below are two statements. Statement 1, SiO2 and germanium oxide are acidic while SNO and PbO are amphoteric in nature. Statement 2, allotropic forms of carbon are due to property of catenation and p-pi d-pi bond formation. അവിടെ നമ്മൾ മനസ്സിലാക്കണം, കാർബൺ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓക്സൈഡുകളെ പരിശോധിക്കാം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ടിന്നിൻ്റെ ലെഡിൻ്റെ ഡയോക്സൈഡുകളും പെറോക്സൈഡുകളും ഒക്കെ അല്ലെങ്കിൽ മോണോക്സൈഡുകളും ഒക്കെ ആംഫോട്രിക് നേച്ചർ കാണിക്കുന്നു. സിലിക്കണിൻ്റെ ഓക്സൈഡും ഒക്കെ അസിഡിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. പീരിയോഡിക് ടേബിൾ ചാപ്റ്ററിൽ നമ്മളത് കൃത്യമായി പഠിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2ലേക്ക് വന്നാൽ കാറ്റിനേഷൻ. അപ്പോൾ കാർബൺ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ ആണ് കാറ്റിനേഷൻ. കാർബണിൽ ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആണ്, അയാൾക്ക് പി ഓർബിറ്റൽസ് മാത്രമാണ് പോസിബിൾ ആവുന്നത്. അപ്പം പി ഓർബിറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് പൈ ബോണ്ട് മേക്ക് ചെയ്യപ്പെടുന്നത്. പി പൈ ബോണ്ടാണ് അത്. അവിടെ ഡി ഓർബിറ്റൽസ് ആബ്സെൻ്റ് ആണ് കാർബണിൽ. അപ്പോൾ കാർബണിൻ്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ആണല്ലോ കാറ്റിനേഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.